കടലാഴങ്ങളിൽ ഭൂമിയുടെ തുടിപ്പ് പോലും നിലച്ചുപോകുന്ന ഒരിടം. ആയിരക്കണക്കിന് വർഷങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ട് പ്രകൃതി ഒരുക്കിയ അത്ഭുതങ്ങളിലേക്ക് മനുഷ്യൻ വീണ്ടും കണ്ണു നട്ടിരിക്കുകയാണ്. ഭൂമിയുടെ 70% മൂടിക്കിടക്കുന്ന ആ നീല രഹസ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അത് കീഴടക്കാനല്ല, മറിച്ച് പ്രകൃതിയുമായി ഒന്ന് സംസാരിക്കാനാണ്. ഇന്ന് ചൈനയിലെ യെല്ലോ സീയുടെ തീരത്ത് മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം ഒരുങ്ങുകയാണ്. തിരമാലകൾക്ക് 100 മീറ്റർ താഴെ ആ നിശബ്ദ ലോകത്ത് കിങ്ദാവോ എന്ന നഗരം കടലിന്റെ കരുത്തിൽ വളരുന്നു. ജിയാഷു ഉൾക്കടലിന്റെ ആഴങ്ങളിൽ ഒരു കൂറ്റൻ സ്റ്റീൽ ഡ്രാഗൺ കണക്കെ ഒരു തുരങ്കം അതിവേഗം പണിയുകയാണ്. ഇതാണ് ജിയാഷു ഉൾക്കടലിലെ രണ്ടാമത്തെ സബ്സീ ടണൽ. ഇതിന്റെ ലക്ഷ്യം വളരെ വലുതാണ്. 2027ഓടെ 15 കിലോമീറ്ററിലധികം നീളത്തിൽ ഇത് പൂർത്തിയാകും. അതോടെ നോർവേയിലെ പ്രശസ്തമായ റോക്ക് ഫാസ്റ്റ് ടണലിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സബ്സീ റോഡ് ടണൽ എന്ന റെക്കോർഡ് ഈ അത്ഭുതം സ്വന്തമാക്കും. എന്നാൽ ഇത് വെറുമൊരു നീളത്തിന്റെ മത്സരം മാത്രമല്ല. ഏകദേശം 40 നിലകളുള്ള ഒരു ബിൽഡിംഗ് കുത്തനെ കടലിൽ മുക്കിവെക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിന്റെ മുകൾ ഭാഗം അപ്പോഴും കടൽ നിരപ്പിൽ നിന്ന് കുറച്ചു മീറ്ററുകൾ താഴെയായിരിക്കും. അതായത് ഏകദേശം 115 മീറ്റർ ആഴത്തിലുള്ള ഏറ്റവും താഴ്ന്ന ഭാഗത്തായിരിക്കും ഇതിന്റെ പണികൾ നടക്കുന്നത്. ഇവിടെ ഓരോ സ്ക്വയർ സെന്റിമീറ്റർ പാറയിലും 11 കിലോയിലധികം വാട്ടർ പ്രഷറുണ്ട്. ഇത് സ്റ്റീലിനെ പോലും ഒരു നിമിഷം കൊണ്ട് തവിടുപൊടിയാക്കാൻ ശേഷിയുള്ളതാണ്. ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണും പാറയും മാത്രം മതി ഈജിപ്തിലെ ഗിസയിലുള്ള 3 വലിയ പിരമിഡുകൾ നിറയ്ക്കാൻ. ഇത് വെറുമൊരു ടെക്നോളജി മാത്രമല്ല, മനുഷ്യന്റെ ധൈര്യത്തിന്റെയും ബുദ്ധിശക്തിയുടെയും അതിരുകൾ പരിശോധിക്കുന്ന ഒന്നാണ്. ഒരു നഗരത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒരു ബേ ഏരിയയുടെ ഭാവി മാറ്റിമറിക്കുന്നതിനെക്കുറിച്ചുമുള്ള കഥയാണിത്. ഈ ശതകോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രോജക്റ്റ് എന്തിനാണ് ഇത്ര നിർബന്ധമെന്ന് മനസ്സിലാക്കാൻ ആധുനിക ചൈനയുടെ സിരകളായ കിങ്ദാവോയിലെ റോഡുകളെയും കനാലുകളെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ജിയാഷു ഒരു പ്രകൃതിദത്ത തുറമുഖമാണെങ്കിലും അത് കിങ്ദാവോ നഗരത്തെ രണ്ടായി മുറിച്ചിരിക്കുകയായിരുന്നു. കിഴക്ക് പഴയ സിറ്റി സെന്ററും പടിഞ്ഞാറ് വികസിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് കോസ്റ്റും തമ്മിൽ വലിയ ദൂരമുണ്ടായിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ വേർതിരിവ് ഇല്ലാതാക്കി നഗരത്തെ ഒന്നാക്കാൻ ഇത്തരം ടണലുകൾ അത്യാവശ്യമാണ്. 2011 ജിയാഷു ബേ പാലവും ആദ്യത്തെ സബ്സീ ടണലും വന്നപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. 1 മണിക്കൂർ നീണ്ട ബോട്ട് യാത്രയെ വെറും 6 മിനിറ്റ് ഡ്രൈവിംഗിലേക്ക് അത് ചുരുക്കി. അതോടെ വെസ്റ്റ് കോസ്റ്റ് ന്യൂ ഏരിയയുടെ സാധ്യതകൾ തുറന്നു. കിങ്ദാവോയുടെ സാമ്പത്തിക ഭാവി കാക്കുന്നത് ഈ വെസ്റ്റ് കോസ്റ്റാണ്. 2023 ഇതിന്റെ മാത്രം GDP 500 ബില്യൺ RMB കടന്നു. അതായത് ഏകദേശം 657 കോടി രൂപ. പക്ഷേ ഇത് കൂടെ ഒരു മധുരമുള്ള വേദനയും കൊണ്ടുവന്നു. ആദ്യത്തെ കടൽയാത്രാ പാതയിലെ ട്രാഫിക് തിരക്ക് എല്ലാ പരിധികളും ലംഘിച്ചു. ഓരോ ദിവസവും ഏകദേശം 2 ലക്ഷം വണ്ടികൾ പോകുന്നത് കാരണം ഈ മെയിൻ റോഡ് പലപ്പോഴും ബ്ലോക്കായി. ഇത് നഗരത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി മാറി. അതിലുപരി സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ അല്ലെങ്കിൽ ടോക്കിയോ ബേ ഏരിയ പോലെ ലോകോത്തര നിലവാരമുള്ള ഒരു നഗരമായി മാറാനാണ് കിങ്ദാവോ ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം ഗതാഗതം വെറുതെ കൂട്ടിമുട്ടിക്കുകയല്ല, അത് ഇഴചേർന്ന് ഒന്നാകണം എന്നാണ്. റോഡുകൾ വെറും സൗകര്യം മാത്രമല്ല, ഏത് കാലാവസ്ഥയിലും തടസ്സമില്ലാതെ ഓടുന്ന ഒരു ജീവനാഡിയായിരിക്കണം. അങ്ങനെയാണ് രണ്ടാമത്തെ സബ്സീ ടണൽ പണിയുക എന്നത് നഗരത്തിന്റെ അടുത്ത 100 വർഷത്തേക്കുള്ള വലിയ പ്ലാനിന്റെ ഭാഗമായി മാറിയത്. ജിയാഷു ഉൾക്കടലിനെ ഒരു വേർതിരിവായി കാണുന്നതിന് പകരം അതിനെ നഗരത്തിന് നടുവിലുള്ള ഒരു വലിയ താണം പോലെ മാറ്റിയെടുക്കുന്ന ഗംഭീരമായ ഒരു പദ്ധതിയുടെയും തുടക്കവുമായിരുന്നു ഇത്. നഗരത്തിന്റെ ആവശ്യമാണ് ഈ പ്രോജക്റ്റിന്റെ തുടക്കമെങ്കിൽ ജിയാഷു ഉൾക്കടലിന്റെ അടിത്തട്ടിലെ അവസ്ഥകൾ ജിയോളജിക്കൽ അപകടങ്ങളുടെ ഒരു മ്യൂസിയം എന്ന് വിളിക്കാവുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എഞ്ചിനീയർമാരുടെ മുന്നിലുള്ളത് ഭൂമി തന്നെ തയ്യാറാക്കിയ ഒരു കടുകട്ടി ചോദ്യപേപ്പറാണ്. ടണൽ പോകുന്ന വഴിയിൽ തികച്ചും വ്യത്യസ്തമായ 2 തരം പാറകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റീൽ പോലെ കടുപ്പമുള്ള ഗ്രാനൈറ്റ് പാറകളാണ്. ഇത് ഡ്രില്ലുകളെ പെട്ടെന്ന് കേടാക്കും. കിഴക്ക് വശത്താകട്ടെ വെള്ളം കൂടിയ ചെളി പോലെയുള്ള സെഡിമെന്ററി പാറകളാണ്. അവിടെ ചെറിയൊരു തെറ്റു പറ്റിയാൽ പോലും എല്ലാം ഇടിഞ്ഞു വീഴാനും വെള്ളം ഇരച്ചു കയറാനും സാധ്യതയുണ്ട്. എന്നാൽ ശരിക്കുമുള്ള വില്ലൻ ഈ 2 തരം പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന 22 ഫോൾട്ട് ഫ്രാക്ചർ സോണുകളാണ്. കോടിക്കണക്കിന് വർഷത്തെ ഭൂമിയുടെ ചലനങ്ങൾ കാരണം ഇവിടെ പാറകൾ തവിടുപൊടിയായി കിടക്കുകയാണ്. ഇതിൽ 200 മീറ്ററിലധികം വീതിയുള്ള കാങ്കോ ഫോൾട്ട് തുരങ്കം പോകുന്ന വഴിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനെ പോലെയാണ്. അതിഭീകരമായ വാട്ടർ പ്രഷറിനൊപ്പം സമുദ്രത്തിന് 100 മീറ്റർ താഴെയായി ഇത് മുറിച്ചു കടക്കുക എന്നത് ഒരു വലിയ ഡാമിന് താഴെ ഇരുന്ന് മൈക്രോ സർജറി ചെയ്യുന്നത് അത്രയും റിസ്ക്കുള്ള പണിയാണ്. ഇത്തരം തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് കപ്പൽ യാത്രയെയും പ്രകൃതിയെയും
ബാധിക്കുമെന്നതിനാൽ സാധാരണയായി ചെയ്യുന്ന ഇമ്മേഴ്സ്ഡ് ട്യൂബ് രീതി ഇവിടെ വേണ്ടെന്ന് വെച്ചു. ഭൂഗർഭഘടനയിൽ ഇത്രയും മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഒറ്റ TBM ഉപയോഗിക്കുന്ന രീതിയും ഒഴിവാക്കി. ഒടുവിൽ ചൈനീസ് എഞ്ചിനീയർമാർ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു വഴി തെരഞ്ഞെടുത്തു. ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് രീതിയും TBM രീതിയും ഒരുമിച്ച് കൊണ്ടുപോകുക. സമുദ്രത്തിനടിയിൽ 2 വ്യത്യസ്ത ടെക്നോളജികൾ ഉപയോഗിച്ച് ഒരു റിലേ മത്സരം പോലെ ഇത് പൂർത്തിയാക്കുക. കടുപ്പമേറിയ ഗ്രാനൈറ്റ് ഭാഗത്ത് നടക്കുന്നത് ഒരു അഗ്നി നൃത്തം പോലെയാണ്. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന എഞ്ചിനീയർമാർ ഇപ്പോൾ വെറും എക്സ്പീരിയൻസ് മാത്രമല്ല നോക്കുന്നത്, പകരം പാറയുടെ മുൻഭാഗത്ത് കൃത്യമായ അളവിൽ 100 കണക്കിന് ബ്ലാസ്റ്റ് ഹോളുകൾ ഇടാൻ സ്മാർട്ട് ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ ഐഡിയുള്ള ഡിജിറ്റൽ ഡിറ്റനേറ്ററുകൾ വെച്ചാണ് പൊട്ടിക്കുന്നത്. സ്ഫോടനം നടക്കുന്ന സമയം മില്ലി സെക്കൻഡ് വരെ കൃത്യമാണ്. ഈ ചെറിയ സമയ വ്യത്യാസം കൊണ്ട് സ്ഫോടനത്തിന്റെ ശക്തി ഒരു സർജിക്കൽ ബ്ലേഡ് പോലെ മാറുന്നു. ഇത് പാറയെ മൊത്തമായി തകർക്കുന്നതിന് പകരം നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ മുറിച്ചെടുക്കുന്നു. ഫോൾട്ട് സോണുകൾ വരുമ്പോൾ ഇവർ ചാരന്മാരായി മാറും. തകർന്ന പാറകളിലേക്ക് ഹൈ പ്രഷറിൽ സിമന്റ് മിശ്രിതം കുത്തിവെക്കും. അങ്ങനെ മുന്നോട്ടു പോകുന്നതിന് മുൻപ് ആ ഭാഗത്തെ ഒരു കവചം പോലെ ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. ടണൽ കിഴക്ക് വശത്തെ മൃദുവായ മണ്ണിലെത്തുമ്പോൾ കഥയിലെ ഹീറോ മാറുന്നു. 15 മീറ്ററിലധികം വണ്ണവും 4000 ടണ്ണോളം വെയിറ്റുമുള്ള ഒരു സൂപ്പർ TBM ആണ് അവിടെ പണിയെടുക്കുന്നത്. ഒരു വലിയ ഈനാമ്പേച്ചിയെ പോലെ ഇരിക്കുന്ന ഇതിന്റെ മുൻഭാഗം നിറയെ ആയുധങ്ങൾ ഘടിപ്പിച്ച ഒരു കട്ടർ ഹെഡാണ്. അത് കറങ്ങിക്കൊണ്ട് മുന്നിലുള്ള മണ്ണും പാറയും തിന്നു തീർക്കുന്നു. ഇതിന്റെ നടുഭാഗം ഒരു മൊബൈൽ ഫാക്ടറി പോലെയാണ്. മെഷീൻ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടുക്കി വെച്ച് ടണലിന്റെ ഭിത്തികൾ അത് റെഡിയാക്കുന്നു. ഒരേ സമയം കുഴിക്കുന്ന പണിയും ടണൽ നിർമ്മാണവും നടക്കുന്നു. ഈ പദ്ധതിയുടെ ഏറ്റവും ബുദ്ധിപരമായ ഭാഗം കടലിന് നടുവിൽ 2 വലിയ കൺവേർഷൻ സ്പേസുകളും ഒരു സർവീസ് ടണലും നിർമ്മിക്കുന്നതാണ്. ഇത് വെറുമൊരു ജംഗ്ഷൻ മാത്രമല്ല, ഇതിന്റെ വെന്റിലേഷൻ സിസ്റ്റത്തിന്റെ ഹൃദയവും കൂടിയാണ്. സാധാരണ വലിയ ടണലുകൾക്ക് വായു സഞ്ചാരത്തിനായി കടലിൽ വലിയ ടവറുകൾ പണിയേണ്ടി വരാറുണ്ട്. അത് കാണാൻ വലിയ ഭംഗിയുണ്ടാവില്ല. എന്നാൽ ഇവിടെ എഞ്ചിനീയർമാർ നടുവിലുള്ള സർവീസ് ടണലിനെ ഒരു ഫ്രഷ് എയർ ചാനലായി ഉപയോഗിച്ചു. കരയിലുള്ള ഫാൻ ടവറുകളിൽ നിന്ന് വരുന്ന വായു ഈ ചാനൽ വഴി 2 മെയിൻ ടണലുകളിലേക്കും എത്തിക്കുന്നു. ഈ ഐഡിയ വായു സഞ്ചാരത്തിന്റെ വലിയ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല, ജിയാഷു ഉൾക്കടലിന്റെ ഭംഗി ഒട്ടും കുറയാതെ സംരക്ഷിക്കുകയും ചെയ്തു. 2027-ൽ ജിയാഷു ഉൾക്കടലിലെ ഈ 2ാമത്തെ സബ്സീ ടണൽ തുറക്കുമ്പോൾ അതിലൂടെ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ മറുകര എത്തുന്നതിനെക്കുറിച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തെ സൗകര്യത്തിനായി ആയിരക്കണക്കിന് തൊഴിലാളികൾ രാപകൽ കഷ്ടപ്പെട്ട റിസ്ക് ഉള്ള അന്തരീക്ഷം ആരും കാണില്ല. ഇതാണ് ഹൈ ലെവൽ എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത. ഒരു ഇടിമിന്നലിന്റെ ശക്തിയോടെ തുടങ്ങി അവസാനം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മഴ പോലെ ശാന്തമായി ലയിച്ചു ചേരുന്നു. ഇതിന്റെ വലിയ വിജയം എന്നത് എല്ലാവരും ഇത് പുകഴ്ത്തുന്നതിലല്ല, മറിച്ച് ജനങ്ങൾ ഇതൊരു ശീലമായി മാറ്റുന്നതിൽ. ഈ മഹാവിസ്മയം വെറുമൊരു തുരങ്കമല്ല, അത് പ്രകൃതിയുടെ വെല്ലുവിളികളെ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നതിന്റെ അടയാളമാണ്. കടലിന്റെ ആഴങ്ങളിൽ ഇരുട്ടിലും മർദ്ദത്തിലും പടുത്തുയർത്തിയ ഈ പാത നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. തിരമാലകൾക്ക് മുകളിലൂടെയുള്ള യാത്രയേക്കാൾ സുരക്ഷിതമായി കടലിനടിയിലൂടെയുള്ള ഈ കുതിപ്പ് ലോകത്തിന് തന്നെ ഒരു പുതിയ മാതൃകയാണ്. 2027-ൽ ഈ തുരങ്കത്തിലൂടെ ആദ്യത്തെ വാഹനം ഓടിത്തുടങ്ങുമ്പോൾ അത് കേവലം 2 കരകളെ മാത്രമല്ല, മനുഷ്യന്റെ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യത്തെയും കൂടിയാണ് ബന്ധിപ്പിക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.